ഹായ് ഗൈസ്, അങ്ങനെ അഭി ആരും അറിയാതെ ഓഫീസിൽ വെച്ച് നാഗേന്ദ്രനുമായി വീഡിയോ കോൾ ചെയ്യുന്നത് നവ്യ ഒളിഞ്ഞു കാണാണ്. അത് മാത്രമല്ല കേട്ടോ, അഭി വാഷ്റൂമിൽ പോയ സമയത്ത് നവ്യ അഭിയുടെ ഫോൺ ചെക്ക് ചെയ്യുന്നുണ്ട്. സംഭവം ഇതാർക്കാ വിളിച്ചെന്ന് അറിയാൻ വേണ്ടിയാണ് ഫോൺ ചെക്ക് ചെയ്യുന്നത്. നാഗേന്ദ്രനെ അഭി സേവ് ചെയ്തിരിക്കുന്നത് അച്ഛൻ എന്നാണ് കേട്ടോ. ഇത് കണ്ട് ശരിക്കും ഞെട്ടുന്നുണ്ട് നവ്യ. അത് മാത്രമല്ല കേട്ടോ, വെറുതെ ഒന്ന് ഗാലറി തുറന്നു നോക്കിയ സമയത്ത് അഭിയും അവന്തികയും നാഗേന്ദ്രനും കൂടി ഒരുമിച്ച് ഒരു സെൽഫി എടുത്തത് കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ട് നവ്യക്ക് കാര്യം ഏകദേശം പിടികിട്ടാണ്. ഏകദേശം അല്ല, നവ്യ ഉറപ്പിക്കാണ് ജ്വല്ലറിയുടെ പിന്നില് അഭിയുടെ അച്ഛനാണെന്നുള്ളത്. എന്നാൽ ഈ കിട്ടിയ ഇൻഫോർമേഷൻ നവ്യയുടെ സുഹൃത്തായിട്ടുള്ള നമിതക്ക് കൈമാറുന്നുണ്ട്. നമിത അത് പെട്ടെന്ന് തന്നെ ആദർശിന് കൈമാറാണ്. ആദർശ് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടിട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ. ആരാഴ്ച എന്നാലും ഇത് വിശ്വസിക്കേണ്ട എന്നുള്ള അവസ്ഥയിലാണ് ആദർശ് നിൽക്കുന്നത്. ഒരുപക്ഷെ ഇതാണ് സത്യമെങ്കിലോ എന്നൊക്കെ ആദർശ് ഇങ്ങനെ മനസ്സിൽ കരുതാണ്. അപ്പൊ തന്നെ അടുത്തത് നമിതയുടെ വോയിസ് വരാൻ കേട്ടോ. ആ വോയിസും കൂടി കേട്ടപ്പോ ആദർശിന് കാര്യം ഏകദേശം സത്യമാണെന്നുള്ളത് മനസ്സിലാവാണ്. അപ്പോ ആ ഒരു ത്രില്ലടിപ്പിക്കുന്ന കിടലൻ എപ്പിസോഡാണിത്. അപ്പോ ഈ ഒരു എപ്പിസോഡിലോട്ട് കിടക്കാം. ആദ്യം തന്നെ അഭി വളരെ ലേറ്റ് ആയിട്ട് ജ്വല്ലറിയിലോട്ട് കയറി ചെല്ലാണ്. എന്നാൽ ഇത് കണ്ടോണ്ട് അഭിയുടെ അടുത്തോട്ട് ഡേവിഡ് വരുന്നുണ്ട്. മോനെ. എന്താ സാറേ? അല്ല, മോനിന്ന് നല്ല ലേറ്റ് ആയല്ലോ. മോൻ എവിടെയായിരുന്നു? എന്നാ ഇത് കണ്ടോണ്ട് ചുറ്റിലുള്ള സ്റ്റാഫുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അഭി പറയുന്നുണ്ട്, അതൊന്നും പറയണ്ട സാറേ, ഇന്ന് എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ് ആയി. അല്ല, പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്. മോനിപ്പം മിക്ക ദിവസവും ലേറ്റ് ആയിട്ടാ ഓഫീസിലോട്ട് കയറി വരുന്നത്. ഓഫീസിൽ വരുന്നതിനും പോകുന്നതിനും ഒക്കെ ഒരു സമയമുണ്ട്. ഇയാളാള് കൊള്ളാലോ, സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് അവസരം മുതലെടുത്ത് തന്നെ നാണം കെടുത്തുവാ. അല്ല, എന്താ മോൻ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഇതുവരെ ഞാൻ ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നില്ലേ സാറേ? അതൊക്കെ ചെയ്ത് പൂർത്തിയാക്കിയതിനു ശേഷമല്ലേ ഞാൻ പോകുന്നത്. എന്നാലും അത് പോരാ. ജ്വല്ലറിക്ക് അതിൻ്റെതായിട്ടുള്ള ഡിസിപ്ലിൻസ് ഉണ്ട്. ഇവിടെയുള്ള സ്റ്റാഫുകളൊക്കെ അത് ഫോളോ ചെയ്യുന്നവരാ. സാറും അതുപോലെ തന്നെ ആ ഡിസിപ്ലിൻസ് ഒക്കെ ഫോളോ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്നാൽ ഇതൊക്കെ പറയുന്ന കേട്ടിട്ട് സ്റ്റാഫുകൾ അതും ഇതൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് കേട്ടോ. അഭിക്ക് അത് അത്രയ്ക്ക് അങ്ങ് ദഹിക്കുന്നില്ല. അഭി പറയുന്നുണ്ട്, സാറേ, സാറൊന്ന് എൻ്റെ ക്യാബിലോട്ട് വരണം. എന്തിനാ സാറേ? എനിക്ക് അല്പം തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ? അത് പറ്റില്ല സാർ, ഇപ്പം എന്തായാലും വരണം. ഇവിടെ നിന്ന് പറയാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാ. എന്നാ ശരി, അഭി സാർ ചെന്നാട്ടെ, ഞാൻ അങ്ങോട്ട് വന്നോളാം. അങ്ങനെ അഭി ദേഷ്യം പിടിച്ചോണ്ട് അഭിയുടെ ക്യാബിനിലോട്ട് പോവാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന 1-2 സ്റ്റാഫുകളുടെ സംസാരം കാണിക്കുന്നുണ്ട് കേട്ടോ. അതിലൊരു സ്റ്റാഫ് പറയുന്നുണ്ട്, അല്ല, ഇവിടെ ഇപ്പൊ MD ആരാ, മാനേജർ ആരാ? MDയും മാനേജറും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായല്ലോടോ. അതെ, MD ആരാ, മാനേജർ ആരാ? അല്ല, എനിക്കതല്ല മനസ്സിലാവാത്തത്. ഈ ഡേവിഡ് സാർ എന്തിനാ അഭി സാറ് പേടിക്കുന്നതെന്നാ? പേടിക്കേ? അതേടാ, നീ ശ്രദ്ധിച്ചില്ലേ? ഈ അഭി സാർ ഓരോന്ന് പറയുമ്പോഴത്തേക്കും ഡേവിഡ് സാറ് തല താഴ്ത്തുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോഴത്തെ കാര്യം തന്നെ നോക്ക്. അഭി സാർ എത്ര ലേറ്റ് ആയിട്ട് ഓഫീസിലോട്ട് വരുന്നത്? 1-2 മണിക്കൂറാണോ? ഇപ്പൊ 4 മണിക്കൂർ കഴിഞ്ഞ് ഓഫീസ് തുടങ്ങിയിട്ട് ഇപ്പോഴാണ് സാറ് വരുന്നത്. അത് നീ പറഞ്ഞത് ശരിയാ. ഈ അഭിസാർ മിക്ക ദിവസങ്ങളിലും ലേറ്റ് ആയിട്ടാണ് കയറി വരുന്നത്. നമ്മളൊരു ദിവസം കുറച്ച് സമയം ലേറ്റ് ആയാൽ പോലും അയാളുടെ വായിലിരിക്കുന്നത് മുഴുവനും കേൾക്കണം. പിന്നെ എന്തുകൊണ്ട് അഭിസാറെ മാത്രം അയാൾ ഒന്നും പറയുന്നില്ല? എന്തോ ഇവരൊക്കെ തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ട്. ഒന്നുമില്ലെങ്കിലും ഈ മൂർത്തീസ് ജ്വല്ലറിയില് കള്ള തിരുമറി നടത്തിയ ആളല്ലേ ഈ അഭിസാറ്. അതുകൊണ്ട് അത്ര വലിയ പരിശുദ്ധനൊന്നും അല്ല. നമ്മളീ സംസാരിക്കുന്നത് ആരെങ്കിലും കേട്ടാലേ ചിലപ്പോൾ അയാളുടെ ചെവിയിലെത്തും. അതുകൊണ്ട് ഇത്തരം സംസാരം ഒഴിവാക്കുന്നതാ നല്ലത്. ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് കേട്ടോ ഡേവിഡ് അങ്ങോട്ട് വരുന്നത്. എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഡേവിഡ് ചോദിക്കുന്നുണ്ട്, അല്ല, ഇതെന്താ, നിങ്ങൾക്കൊന്നും ജോലിയില്ലേ? ഉണ്ട് സാർ. എന്നിട്ടെന്താ ഇങ്ങനെ വട്ടാണഞ്ഞ് നിൽക്കുന്നത്? അത് പിന്നെ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. ഡിസ്കഷൻ? ഒറ്റയ്ക്ക് ഡിസ്കഷൻ മതി. എല്ലാവരും തമ്മിലുള്ള ഡിസ്കഷൻ ഒന്നും വേണ്ട. ശരി സാർ. ഇതും പറഞ്ഞോണ്ട് ഡേവിഡ് ദേഷ്യം പിടിച്ച് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ കണ്ടില്ലേ നമ്മളോട് എത്ര ദേഷ്യത്തിലാണ് സംസാരിച്ചത്. അതിലൊരു പെർസെന്റേജ് എങ്കിലും അഭിസാറോട് സംസാരിച്ചിരുന്നോ? അതൊക്കെ വിട്. രണ്ടാമത് നമ്മൾ ഇവിടെ നിൽക്കുന്നത് കണ്ടാലേ അയാളുടെ വായിലിരിക്കുന്നത് പിന്നെയും കേൾക്കേണ്ടി വരും. അങ്ങനെ അവരെല്ലാവരും അവരുടേതായിട്ടുള്ള സീറ്റിൽ പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഡേവിഡ് അഭിയുടെ മുറിയിലോട്ട് കടക്കുന്നതാണ്. അഭിയാണെങ്കിൽ നല്ല കലിപ്പിലാണ് കേട്ടോ ഇരിക്കുന്നത്. സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ചൊക്കെ അയാൾ നാണം കെടുത്തിയില്ലേ, അതിന്റെ ഒരു അമർഷ അഭിക്ക് ഉണ്ട് കേട്ടോ. സാറേ. എന്നാ ഡേവിഡിന്റെ സാറേ എന്നുള്ള വിളി കേട്ട് വരുന്നത് കണ്ടപ്പോ അഭി പറയുന്നുണ്ട്, വരണം. സാറേ, എന്തിനാ സാറ് വിളിപ്പിച്ചത്? ഞാൻ വിളിപ്പിച്ചത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്കിപ്പോഴും മനസ്സിലായിട്ടില്ലേ? ഇല്ല. മോൻ എന്ത് പറയാനാ വിളിപ്പിച്ചത്? താനിപ്പോ എന്താ ചെയ്തത്? ഞാൻ എന്താ ചെയ്തെന്ന്? എടോ, താനിപ്പോ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തിയില്ലേ? എന്നെ താൻ ചോദ്യം ചെയ്തില്ലേ? അത് മോനെ, ഞാൻ വേറൊന്നും വിചാരിച്ചിട്ടല്ല. നമ്മുടെ ചുറ്റിലും സ്റ്റാഫുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ ചെവി കൂർപ്പിച്ച് കേൾക്കാൻ കാത്തിരിക്കുന്നവരാ. അവരൊക്കെ ലേറ്റായി വന്നാലേ ഞാൻ ഇതുപോലെയല്ലേ പ്രതികരിക്കാറ്. അതിന് താൻ അതുപോലെ എൻ്റെ അടുത്തും പ്രതികരിക്കോ? മോനെ,
മോനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? അല്ല, താനെന്താ എന്നെ സംസാരിക്കാൻ പഠിപ്പിക്കുകയാണോ? മോനെ, ഞാൻ ആരെയും സംസാരിക്കാൻ പഠിപ്പിച്ചതൊന്നും അല്ല. മോന്റെ അച്ഛൻ എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടുത്തെ MD പൊസിഷൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് MDയുടെ മകനെ തന്നെ ഭരിക്കണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? അതിനുള്ള ലൈസൻസ് തനിക്ക് തന്നിട്ടുണ്ടോ? മോൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരിക്കലും എന്നെ പോലെ ഒരാളോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. എടോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു താൻ എന്നെ കൂടുതൽ സംസാരിക്കാൻ പഠിപ്പിക്കേണ്ടെന്ന്. തന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, താൻ ഏഞ്ചലറിയുടെ ആരാ? ഒരു വ്യാജ MD. ശരിക്കും പറഞ്ഞ ആ സ്ഥാനം എനിക്കുള്ളതാ. എൻ്റെ സ്വന്തമാണ് ഏഞ്ചലറി. ആ സ്ഥാനത്ത് താൻ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാടോ? പിന്നെ എൻ്റെ അച്ഛൻ കഴിഞ്ഞാൽ എല്ലാം എനിക്കുള്ളതാ. അതും കൂടി തനിക്ക് ഓർമ്മ ഉണ്ടായിക്കൊള്ളണം. ഇത് കേട്ടപ്പോൾ ഡേവിഡ് മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. ജീവനോടുള്ള അച്ഛനെ കുറിച്ചാ ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇവന്റെ മനസ്സിൽ ഇങ്ങനൊരു മൃഗമുള്ള കാര്യം എനിക്കറിയാതെ പോയി. ഇവനൊന്നും സാറിന് ഇത്രത്തോളം സ്വത്തുള്ള കാര്യം അറിയാൻ പാടില്ലായിരുന്നു. എടോ, താൻ എന്താ ആലോചിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഒരവസരം കിട്ടിയാ തന്നെ ഞാൻ ഇവിടുന്ന് തൂക്കുന്നല്ലേ? അങ്ങനെയൊന്നും കരുതണ്ട. അങ്ങനെ അവസരവാദിയൊന്നും അല്ല ഞാൻ. എന്ന ആ സമയത്താണ് കേട്ടോ മാളവിക അബിയുടെ ക്യാബിനിലോട്ട് വരുന്നത്. അബി അങ്ങനെ ആരോടോ കയർത്ത് സംസാരിക്കുന്നത് മാളവിക കേൾക്കുന്നുണ്ട്. അല്ല, ഇന്നിവൻ നല്ല ചൂടിലാണല്ലോ. ആരോടാ ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇത് പറഞ്ഞോണ്ട് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കാണ് മാളവിക. അപ്പൊ ഡേവിഡ് പറയുന്നുണ്ട്, മോനെ ശബ്ദം കുറച്ച് കുറക്കി. ഈ ശബ്ദം കേട്ട് സ്റ്റാഫുകൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നോടാ ഇങ്ങനെ തർക്കിച്ച് സംസാരിച്ചതെന്ന് അവരറിയും. അറിയട്ടടോ, അല്ലേലും എത്ര കാലം എന്ന് വെച്ചിട്ടാ തൻ്റെ കീഴിൽ ഞാനൊരു മാനേജറെ പോലെ ഇവിടെ ഇങ്ങനെ കഴിയുന്നത്? മോനെ, ഞാൻ മറ്റൊന്നും മനസ്സിൽ കരുതിയല്ല മോനോട് അങ്ങനെ പറഞ്ഞത്. എല്ലാ സ്റ്റാഫുകളോടും ഒരുപോലെയല്ലേ സംസാരിക്കേണ്ടത്? മോൻ എപ്പോഴും നേരം വൈകി വരുമ്പോൾ എല്ലാ സ്റ്റാഫുകളും അതുപോലെ തന്നെ കരുതില്ലേ? മോനോട് മാത്രം അവരോടൊന്നും സംസാരിക്കുന്ന പോലെ ആവുന്നില്ലെന്ന്. എടോ, അവർ വിചാരിക്കുന്നെങ്കിൽ വിചാരിക്കട്ടെ. അവരൊക്കെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം നമുക്കെന്തിനാ? അവരൊക്കെ നമ്മുടെ തൊഴിലാളികളാ. എൻ്റെ അച്ഛൻ്റെ ശമ്പളം പറ്റി ജീവിക്കുന്നവര്. അവർക്കിതൊന്നും അന്വേഷിക്കേണ്ട അർഹതയില്ല. മോൻ്റെ അച്ഛൻ ഇതൊക്കെ നേടിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു നിമിഷം കൊണ്ട് ചോർന്നു പോവരുത്. അതിനു വേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. എൻ്റെ കൂടെ മോൻ ഇനിയും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാവുമായിരുന്നു. പക്ഷെ തൻ്റെ ഇതുപോലുള്ള ചീപ്പായിട്ടുള്ള പ്രവൃത്തികളൊന്നും എനിക്കങ്ങനെ പിടിക്കുന്നില്ല. എന്തായാലേ താൻ പൊയ്ക്കോ. ഞാൻ ഇതുപോലെ എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് കയറി വരും. ആ സമയത്ത് താൻ ചോദ്യമായിട്ട് എൻ്റെ മുന്നിലോട്ട് വന്നേക്കരുത്. ശരി. ഇതും പറഞ്ഞുകൊണ്ട് ഡേവിഡ് അവിടുന്ന് പോവാണ്. അങ്ങനെ ഡേവിഡ് ഡോർ തുറന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്താണ് അവിടെ മാളവികയെ കാണുന്നത്. മാളവിക ഡേവിഡിനെ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഇയാളോ? മാളവികയോ? മാളവിക എപ്പോൾ വന്നു? അല്ല, മാളവിക എന്താ ഇവിടെ നിൽക്കുന്നത്? അത് പിന്നെ സർ, ഞാൻ അബിസാർ വിളിച്ചിട്ട് വന്നതാ. അല്ല, എന്നിട്ടെന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അകത്തോട്ട് വരായിരുന്നില്ലേ? അത് പിന്നെ സർ, ഞാൻ അകത്തോട്ട് കയറാൻ നിൽക്കുന്ന സമയത്ത് അബിസാർ ആരോട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന കേട്ടു. ഇത് കേട്ടപ്പോൾ തന്നെ ഡേവിഡ് ആകെ ചമ്മി നാറുന്നുണ്ട് കേട്ടോ. അല്ല സർ, സാറിനെ ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. സാറ് മാത്രമല്ല അകത്തുണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ അബിസാറ് ആരോടാ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിച്ചത്? അത് പിന്നെ മാളവികയെ, നമ്മുടെ ഒരു ക്ലൈൻറ്റ് അഡ്വാൻസ് മാത്രം തന്ന് കുറച്ച് സ്വർണം പണിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ പണിയിപ്പിച്ച സ്വർണത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവർ പറയാ മൂർത്തീസ് ജ്വല്ലറിയുടെ സ്വർണം മതിയെന്ന്. നമ്മളങ്ങനെ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? പിന്നെ ഇതൊക്കെ അബിസാറും കൂടി ഡീൽ ചെയ്ത് പഠിക്കട്ടെ എന്ന് കരുതിയിട്ട് സാറിനെ ഞാനത് ഏൽപ്പിക്കുകയായിരുന്നു. അല്ല സാറേ, എൻ്റെ ഒരു സംശയമാണ് കേട്ടോ. സാറാണല്ലേ ജ്വല്ലറിയുടെ MD. പിന്നെ സാർ എന്തിനാ അബിസാറ് സാറെന്ന് വിളിക്കുന്നത്? മാളവികയ്ക്ക് ഇപ്പം എന്തൊക്കെ അറിയണം? സോറി സാർ, ഏതൊരാൾക്കും അങ്ങനെയൊക്കെ കാണുമ്പോൾ ചില സംശയങ്ങൾ തോന്നും. അതിൻ്റെ പുറത്ത് ചോദിച്ചെന്നേ ഉള്ളൂ. സാർ വേറൊന്നും തെറ്റിദ്ധരിക്കണ്ട. മാളവികയെ, നീ നന്നായിട്ട് നിന്റെ ഡ്യൂട്ടി ചെയ്യാൻ നോക്ക്. അല്ലാതെ ഇത്തരം കാര്യങ്ങളിലൊന്നും കോൺസെൻട്രേഷൻ കൊടുക്കണ്ട. നിനക്കറിയാലോ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഡീല് നഷ്ടപ്പെട്ടതേ ആ നയനയുടെ ഒന്നാം തരം ഡിസൈന് കാരണമാണ്. പാരമ്പര്യത്തെ ഉണരുന്ന ഡിസൈന്. അതുപോലത്തെ ഡിസൈനുകൾ നീയും ചെയ്ത് പഠിക്കണം. അതിനുള്ള സമയം ഇപ്പോൾ. സർ, ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താ അബിസാർ എന്നെ വിളിപ്പിച്ചത്. സാർ ഇതുപോലെ ദിവസവും മിക്കപ്പോഴും എന്നെ ഇങ്ങനെ വിളിപ്പിക്കും. ആണോ? എന്നിട്ട് അബിസാർ എന്താ പറയാറ്? പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടാവില്ല സർ, വെറുതെ വിളിപ്പിക്കുന്നതാ. ശരി. എന്തായാലും അഭിപ്രാവശ്യം എന്തിനാ വിളിപ്പിച്ചതെന്ന് നോക്കിയിട്ട് എൻ്റെ അടുത്തോട്ടൊന്ന് വരണം. അതെന്തിനാ സർ? ചോദ്യങ്ങൾ വേണ്ട, ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. ശരി സർ. അല്ലെങ്കിലും ഇപ്പം മാളവികയ്ക്ക് കുറച്ച് സംശയം കൂടിയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഓരോന്ന് ചുഴന്നെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ. സ്റ്റാഫുകളുടെ സ്ഥാനത്ത് നിന്നാൽ മതി, കേട്ടല്ലോ. പിന്നെ മാളവികയ്ക്ക് ഞാൻ കുറച്ചുകൂടി സ്വാതന്ത്ര്യം തന്നത് മാളവികയുടെ ഡിസൈന് അത്രയ്ക്കും ജനങ്ങളിൽ ഇഷ്ടപ്പെട്ടിട്ടാ. അതിൻ്റെതായ ഒരു ഗ്രോത്ത് ജ്വല്ലറിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം എന്ന് കരുതി അത് ദുരുപയോഗം ചെയ്യരുത്. ഒരിക്കലും ഇല്ല സർ. ശരി, എന്നാ പൊയ്ക്കോ. അബിസാർ എന്തിനെ വിളിപ്പിച്ചെന്ന് നോക്ക്. ശരി സാർ. ഇതും പറഞ്ഞ് മാളവിക നേരെ അബിയുടെ ക്യാബിനകത്തോട്ട് കയറാണ്. സർ,
ആ മാളവികെ, കുറേ നേരമായാലും ഞാൻ വിളിപ്പിച്ചിട്ട്. എന്തെങ്കിലും തിരക്കുണ്ടായിരുന്നോ? അത് പിന്നെ എൻ്റെ ഒരു ഡിസൈന് കാരണം ഇപ്പം ഡീല് നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ. അടുത്ത ഡിസൈൻസ് ഒക്കെ അത്യാവശ്യം നല്ലതാക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് സാർ. ഈ ഡീല് നഷ്ടപ്പെട്ടതുകൊണ്ട് മാളവികയ്ക്ക് വിഷമമുണ്ടോ? പിന്നെ ഇല്ലാതിരിക്കുമോ സാർ? എൻ്റെ ഡിസൈനും കൂടി വിലയിരുത്തിയിട്ടല്ലേ അവർ നമുക്ക് ആ ഡീല് നൽകുന്നത്. അതിൽ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ തന്നെ പരാജയപ്പെടുന്നതിന് തുല്യ സാർ. അയ്യോ, അങ്ങനെയൊന്നും മാളവിക കരുതണ്ട. അടുത്ത പ്രാവശ്യത്തെ ഡീല് നമ്മൾ തന്നെ പിടിച്ചിരിക്കും. അത് നമുക്ക് കിട്ടണം സാർ. അതിനുവേണ്ടി ഞാൻ പ്രത്യേകം പ്രയത്നിക്കുന്നുണ്ട്. അല്ല, സാർ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? അത് പിന്നെ മാളവിക വിഷമിക്കേണ്ടെന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്. ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാടാ. പിന്നെ എനിക്കെന്തിനാ അതിനെ വിഷമം? നീ തോറ്റതിനെ എനിക്ക് പുല്ല, വെറും പുല്ല്. എന്താ മാളവിക ആലോചിക്കുന്നത്? ഒന്നുമില്ല സർ. എന്നാ പിന്നെ നമുക്കിന്ന് ഒരുമിച്ച് ലഞ്ച് കഴിച്ചാലോ? എന്താ മാളവികയുടെ അഭിപ്രായം? അയ്യോ സർ, ഒരു 5 മിനിറ്റ് പോലും മാറ്റി വെക്കാൻ എനിക്ക് സമയമില്ല. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ജ്വല്ലറിയോട് ഇവൾക്ക് എന്തൊരു സത്യസന്ധതയാ. ഇവളെ പോലുള്ള പെൺകുട്ടികളാ ജ്വല്ലറിക്ക് വേണ്ടത്. മാളവികെ, നിന്റെ സത്യസന്ധത എനിക്കിഷ്ടപ്പെട്ടു. നമ്മൾ വിജയിച്ചില്ലെങ്കിലും നിന്റെ ഈ സത്യസന്ധതയുണ്ടല്ലോ, അതാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഇതുകൊണ്ടാണ് ഞാൻ നിന്നെ ലഞ്ചിന് വിളിച്ചത്. സർ, ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ വരാം. ആ സമയത്താണ് കേട്ടോ നവ്യ ഡോറ് തുറന്ന് അകത്തോട്ട് വരുന്നത്. എന്നാൽ ഇവര് രണ്ടും നിൽക്കുന്നത് കണ്ടിട്ട് നവ്യക്ക് ആകെ ദേഷ്യം വരാൻ കേട്ടോ. നവ്യ ദേഷ്യത്തോടെയാണ് അങ്ങോട്ട് ചെല്ലുന്നത്. മാളവികെ, നീ എന്താ ഇവിടെ? മാഡം, ഞാൻ അഭിസാറ്. നവ്യ, മാളവിക എന്നോടൊരു സംശയം ചോദിക്കാൻ വന്നതാ. സംശയം ചോദിക്കാനോ? മാളവിക എന്തിനാ നിന്നോട് സംശയം ചോദിക്കുന്നത്? അത് പിന്നെ നവ്യെ, ഞാൻ അല്പസ്വല്പം ഡിസൈനൊക്കെ ചെയ്യുമല്ലോ. എൻ്റെയും കൂടി അഭിപ്രായം പരിഗണിക്കാൻ ഡേവിഡ് സാറ് പറഞ്ഞിരുന്നു. മാളവികെ, നിന്നോടാണ് എൻ്റെ ചോദ്യം. നീ അബിയോട് ഡൗട്ട് ചോദിക്കാൻ വന്നതാണോ? അത് പിന്നെ മാഡം, ആ സമയത്ത് അബി ഇങ്ങനെ ഓരോ ഗോഷ്ടി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട മാളവിക പറയുന്നുണ്ട്. അതെ, ഞാൻ അബിസാറോട് സംശയം ചോദിക്കാൻ വന്നതാ. എന്നിട്ട് സംശയം ചോദിക്കാൻ നിന്റെ കയ്യിൽ ഡിസൈൻ ഒന്നും കാണുന്നില്ലല്ലോ. അത് മാഡം. നവി, നീ എന്താ ഒരുമാതിരി പോലീസുകാരെ ചോദ്യം ചെയ്യുന്നത് പോലെ ഇവിടുത്തെ സ്റ്റാഫിനെ ചോദ്യം ചെയ്യുന്നത്? വേറൊന്നും കൊണ്ടല്ല, മാളവിക ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഞാൻ എപ്പോഴും അബിയുടെ ക്യാബിലോട്ട് കയറി വരുമ്പോൾ മാളവിക ഇവിടെ നിൽക്കുന്നത് കാണാറുണ്ട്. മാളവികയ്ക്ക് അബിയോട് ഇത്രമാത്രം സംശയം എന്താ ചോദിക്കാൻ? സോറി മാഡം, മാഡത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ അബിസാറിൻ്റെ അടുത്തോട്ട് വരുന്നില്ല. ഡേവിഡ് സാറോട് സംശയം ചോദിച്ചോളാം. മാളവികെ, ഞാൻ പറഞ്ഞത് നീ തെറ്റായിട്ട് ധരിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് നിങ്ങൾക്ക് സംസാരിക്കുക ഇടപഴകുകയൊക്കെ ചെയ്യാം. പക്ഷേ അതൊരിക്കലും അതിര് കടക്കരുത്. എനിക്ക് അത്രയേ ഉള്ളൂ. ശരി മാഡം, എന്നാൽ മാളവിക പോയിക്കോ. അങ്ങനെ മാളവിക അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ അബി പറയുന്നുണ്ട്, നവ്യ, നീ എന്ത് പണിയാണ് ചെയ്തത്? എന്താ? അല്ല, നീ മാളവികയോട് ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ടിയില്ലായിരുന്നു. അതൊക്കെ എൻ്റെ ഇഷ്ടം. എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാ ഞാൻ നിരന്തരം അവളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെനിക്കത്ര പിടിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി ഒരിക്കലും അവൾ ഇങ്ങോട്ട് വരരുത്. നവ്യ, നീ നിൻ്റെ ഈഗോ വെച്ച് കളിക്കരുത്. ഇതൊരു സ്ഥാപനമാണ്. അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനും അതിൻ്റെ അഭിപ്രായം തേടാനൊക്കെ അവരിങ്ങോട്ട് വരും. പക്ഷെ മാളവികയ്ക്ക് അബിയോട് സംശയം ചോദിക്കേണ്ട ആവശ്യമില്ല. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് MD ആയിട്ടുള്ള ഡേവിഡ് സാറോട് ചോദിച്ചാൽ മതി. ശരി, അവളെ ഇനി ആരോടാന്ന് വെച്ചാൽ ചോദിച്ചോളും. എന്തായാലും എൻ്റെ അടുത്തോട്ട് വരില്ല. അവളാ ഉറപ്പ് തന്നിട്ടാണല്ലോ പോയത്. അല്ല നവ്യ, നിനക്കിപ്പോൾ ഷൂട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ നീ എന്തിനാ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത്? അതെന്താ എനിക്ക് വന്നാൽ? എൻ്റെ ഭർത്താവ് ഒരു പൊസിഷനിൽ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പം പിന്നെ എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ? നവ്യ, ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല. ഒരു സ്ഥാപനത്തിന് അതിൻ്റേതായ ഡിസിപ്ലിൻസ് ഉണ്ട്. അത് തെറ്റിച്ച് എപ്പോഴും അങ്ങോട്ട് ഇടിച്ചു കയറി വരുന്നത്, അതും ബന്ധത്തിൻ്റെ പേര് പറഞ്ഞിട്ട്, അത് നല്ലതല്ല. പിന്നെ നീ വേറൊന്നും കരുതണ്ട. നീ കാരണമാണ് എനിക്ക് ഈ സൗഭാഗ്യമൊക്കെ കിട്ടിയത്. അതുകൊണ്ട് നിന്നോട് ഇങ്ങോട്ട് വരാതിരിക്കാൻ എനിക്ക് പറയാൻ യാതൊരു ചോയ്സും ഇല്ല. അതുകൊണ്ട് നിൻ്റെ ഇഷ്ടം പോലേക്ക് ഇങ്ങോട്ട് വരാം. എന്നാലും ഞാൻ ഈ ഒരു കാര്യം ബോധ്യപ്പെടുത്തിയേ ഉള്ളൂ. ശരി, ഞാൻ നിനക്ക് ലഞ്ച് കൊണ്ട് തരാൻ വേണ്ടി വന്നതാ. അല്ലാതെ ഒരു ആവശ്യമില്ലായിരുന്നു. ഞാൻ പോവാ. പിന്നെ ഇതുപോലെ ഞാനിങ്ങോട്ട് കയറി വരുമ്പോഴേ എപ്പോഴും ഏതെങ്കിലും ഒരു പെണ്ണ് ഇതിനകത്ത് ഉണ്ടായിരിക്കരുത്. ഞാൻ പറഞ്ഞത് അവയ്ക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? എനിക്ക് മനസ്സിലായി നവ്യേ. നമ്മുടെ കുഞ്ഞ് അവിടെ ഒറ്റയ്ക്കല്ലേ. നീ കുഞ്ഞിനെ കുറിച്ചെങ്കിലും ആലോചിക്കേ. നീ അങ്ങോട്ട് ചെല്ലേ. ശരി. ഇതും പറഞ്ഞുകൊണ്ട് നവ്യ അവിടുന്ന് പോയെന്ന രീതിയിൽ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നവ്യ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുന്നുണ്ടേ. അങ്ങനെ അഭി മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. നിന്നെ പേടിച്ചല്ലടി ഞാൻ ജീവിക്കുന്നത്. ഇനി നീ എനിക്ക് പുല്ലടി. ഇതൊക്കെ ദിവസങ്ങളിൽ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ഡ്രാമ മാത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നിന്നെ എൻ്റെ തലേന്ന് ഞാനങ്ങ് ഒഴിവാക്കും. കറിവേപ്പില എറിയുന്നത് പോലെ വലിച്ചെറിയടി. വഴിയാധാരമാക്കി ഒരു ഭിക്ഷക്കാരിയെ കണക്കാക്കൂടി ഞാൻ നിന്നെ. അതൊക്കെ പറഞ്ഞ പാടെ തന്നെ അഭി നേരെ മാളവികയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാളവിക ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ സർ. മാളവിക എൻ്റെ ക്യാബിൻ വരെ ഒന്ന് വരുമോ? അയ്യോ സർ, ഞാൻ ഇനി അങ്ങോട്ടില്ല. സാറിൻ്റെ വൈഫ് പറഞ്ഞത് സാർ കേട്ടതല്ലേ. അതൊന്നും നീ കാര്യം വെക്കണ്ട. അവൾ ഇവിടുന്ന് പോയി. എനിക്കാണെങ്കിൽ മാളവികയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. സർ,
ഞാൻ അങ്ങോട്ട് വരുന്നില്ല സാർ. സാറിൻ്റെ വൈഫിന് എനിക്ക് പേടിയാ സാർ. ഇനി ഇതും പറഞ്ഞ് എന്നെ വിളിക്കരുത്. ഇതും പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. ഷേ, എല്ലാത്തിനും കാരണം അവൾ ഒറ്റ ഒരുത്തിയാ. ആ നശിച്ച ജന്മം അവളെ എങ്ങനെയെങ്കിലും തീർക്കണം. ഇല്ലെങ്കിൽ അവൾ എനിക്ക് എപ്പോഴും എന്നും ഒരു ബാധ്യതയായിരിക്കും. ഛേ, മാളവിക എന്തായാലും മിസ്സായി പോയല്ലോ. ആ, ഒരു കാര്യമുണ്ട്. ഡേവിഡിനെ വിളിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ മാളവിക ഇങ്ങോട്ട് വരാൻ മതിയായിരിക്കും. ഡേവിഡിനെ ഒന്ന് വിളിക്കാം. ഇതും പറഞ്ഞുകൊണ്ട് ഡേവിഡിന് ഫോൺ ചെയ്യാണ് അബി. ആ അബി സാറേ, എന്താ വിളിച്ചത്? എടോ, എനിക്കൊന്ന് മാളവികയെ കാണണം. മാളവികയെ ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല. താൻ എന്നോട് എൻ്റെ ക്യാബിലോട്ട് വരാൻ പറ. അത് പിന്നെ മോനെ, ഞാൻ എങ്ങനെയാ? തനിക്ക് പറ്റില്ലേ? മോനെ, ഇതൊക്കെ ഓരോരുത്തർക്ക് സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. തനിക്ക് പറ്റുമെങ്കിൽ ചെയ്താൽ മതി. ഷോ, എന്താ മോനെ ഇങ്ങനെയൊക്കെ? ഒരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞു നോക്കാം. പറഞ്ഞു നോക്കിയാൽ പോരാ, അവൾ എൻ്റെ ക്യാബിലെത്തണം. ശരി. ഇതും പറഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ ഫോണ്. ഷോ, ഈ അബിസാർ ഇത് എന്തിനുള്ള പുറപ്പെടാ? എല്ലാവർക്കും സംശയം ഉണ്ടാക്കുന്ന തരത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്ന് ഇതിനെക്കുറിച്ച് സാറോടൊന്ന് സംസാരിച്ചേ പറ്റൂ. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫിനോട് ഡേവിഡ് പറയുന്നുണ്ട്, എടോ മാളവികയോട് ഇങ്ങോട്ട് വരാൻ പറ. അങ്ങനെ മാളവിക അവിടെ എത്തുന്നുണ്ട് കേട്ടോ. സർ, എന്തിനാ വിളിപ്പിച്ചത്? മാളവികയെ നിന്നെ അബിസാർ വിളിക്കുന്നുണ്ട്. എന്തോ ആവശ്യമുണ്ടെന്നാ പറഞ്ഞത്. സർ, എന്തായാലും വിളിപ്പിച്ചതല്ലേ, ഒന്ന് ചെന്ന് നോക്ക്. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. സർ, ഒന്നും പറയാൻ ഇപ്പം സമയമില്ല മാളവികയെ. ഞാനിപ്പോൾ ഒരു അർജൻറ്റായ മീറ്റിങ്ങിലാ. മോൾ അങ്ങോട്ട് ചെല്ലേ. ശരി. ഇതും പറഞ്ഞുകൊണ്ട് മാളവിക നേരെ ഇഷ്ടമില്ലാതെയാണ് കേട്ടോ അബിയുടെ അടുത്തോട്ട് ചെല്ലുന്നത്. ആ സമയത്ത് മാളവിക മനസ്സിൽ കരുതുന്നുണ്ട്, എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. നേരത്തെ ഡേവിഡ് സാറ് പറഞ്ഞു ഏതോ ക്ലയൻറ്റിനെ വിളിച്ച് വഴക്ക് പറഞ്ഞതാണെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് അങ്ങനെയാണെന്ന്. അതെന്തായാലും ഡേവിഡ് സാറിനെ പറഞ്ഞ പോലെയാണ് തോന്നുന്നത്. ഇപ്പോഴാണെങ്കിൽ അയാളെ വിളിച്ചപ്പോൾ ഞാൻ വന്നില്ല. പകരം ഇയാൾ ഡേവിഡ് സാറിനെ കൊണ്ട് വിളിപ്പിച്ചു. അതിനർത്ഥം ഇവൻ്റെയും താഴെയാണ് ഡേവിഡ് സാറിൻ്റെ പദവി എന്നാണ്. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ആദർശ് സാറോട് ഇതൊക്കെ പറഞ്ഞേ പറ്റൂ. ഇതും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ മാളവിക നേരെ മുറിക്കകത്തോട്ട് ചെല്ലുന്നത്. അങ്ങനെ അബി മാളവികയെ കാണുന്നുണ്ട്. മാളവികയെ, സർ എന്തിനാ എന്നെ വീണ്ടും വിളിപ്പിച്ചത്? സാറിൻ്റെ വൈഫ് പറഞ്ഞത് കേട്ടതല്ലേ? അവളൊരു ടോക്സിക്കായ ഭാര്യയാ. അവൾ അങ്ങനെ പലതും പറയും. അതൊന്നും നീ കാര്യമാക്കണ്ട. എന്നാൽ ഇതൊക്കെ ഒരു സൈഡിൽ നിന്ന് നവ്യ നന്നായിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അവളെയും വളച്ച് കുപ്പിയിലാക്കി അവസാനം എൻ്റെയും ആനകിയുടെയും അവസ്ഥ അവൾക്കും വരുത്താൻ അവൻ ശ്രമിക്കുന്നത്. അതിന് നവ്യയുടെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം നടക്കത്തില്ല. എന്ത് വേണമെന്ന് എനിക്കറിയാം. ടോക്സിക്കായ ഭാര്യ അത്രേ. ഇവനൊന്നും ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. മാളവികയെ, ഇന്ന് എൻ്റെ വക മാളവികയ്ക്ക് ട്രീറ്റ് ഉണ്ട്. എന്തിനാ സർ? അതൊക്കെ ഞാൻ പറയാം. ഇന്ന് നമുക്ക് ലഞ്ച് പുറത്തുനിന്നായാലോ? ഞാൻ നേരത്തെ പറഞ്ഞു, പക്ഷെ മാളവിക മറുപടിയൊന്നും തന്നില്ല. അത് പിന്നെ സർ, ഞാൻ പറയാം സർ. എന്തായാലും നോ എന്നാവരുത്, യെസ് എന്നാവണം. ശരി സർ. എന്നാൽ പിന്നെ നമുക്കിന്ന് ഒരുമിച്ച് ലഞ്ച് കഴിക്കാം. മാളവികയുടെ വായിൽ നിന്ന് യെസ് എന്നൊന്നും പറഞ്ഞ് ഞാൻ കാത്തിരിക്കായിരുന്നു. അത് ഇത്ര പെട്ടെന്നാവുന്ന പ്രതീക്ഷയില്ല കേട്ടോ. അല്ല, മാളവികയ്ക്ക് എന്തെങ്കിലും തിരക്കുണ്ടോ? കുഴപ്പമില്ല സർ, ഞാൻ വരാം. ശരി എന്നാ സർ, എനിക്കിപ്പോൾ അല്പം തിരക്കുണ്ട്, ഞാൻ പോട്ടെ. ശരി. അങ്ങനെ മാളവിക അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഡേവിഡ് ആ സമയത്ത് കാറും എടുത്തോണ്ട് നാഗേന്ദ്രനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. എടോ, താനിപ്പോൾ ഡ്യൂട്ടി സമയത്ത് എന്തിനിപ്പോൾ എന്നെ കാണാൻ ഓടിപ്പടിച്ച് വന്നത്? സാറേ, ഞാൻ എങ്ങനെയാ സാറിനോട് ഇത് പറയാം? എന്തു പറ്റിയടോ? തനിക്ക് എന്നോട് പറയാൻ ഇത്രയ്ക്കും പ്രയാസമുള്ള കാര്യം? വേറെ കാര്യമൊന്നുമല്ല സാറേ, സാറിൻ്റെ മകനെക്കുറിച്ചാ. എൻ്റെ മകനെക്കുറിച്ചോ? എന്താ, അബി എന്തെങ്കിലും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തോ? അത് പിന്നെ അബിസാറിൻ്റെ പല പ്രവൃത്തിയും മറ്റ് സ്റ്റാഫുകൾക്ക് സംശയം ഉണ്ടാക്കുന്ന രീതിയിലാണ് സാറേ. പരമാവധി ഞാൻ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും എന്തു പറ്റിയടോ? അങ്ങനെ അബിയുടെ ഭാഗത്തുനിന്ന് എന്ത് തെറ്റാ ഉണ്ടായത്? സാറ് ഷൗട്ട് ചെയ്ത് അബിസാറെ വിളിച്ച് വഴക്കൊന്നും പറയരുത്. അതൊക്കെ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇതൊക്കെ എൻ്റെ കുടുംബക്കാരിയാ. അതുകൊണ്ട് താൻ ഉണ്ടായ കാര്യം പറ. സാറേ, ഇന്ന് അബിസാർ എന്നും ലേറ്റായി വരുന്നത് കണ്ടപ്പോൾ ഇന്ന് ഞാനൊന്ന് അബിസാറെ ചോദ്യം ചെയ്തു. എന്താ ലേറ്റായി വരുന്നതെന്ന് തിരക്കി. കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ അബിസാറിന് അത് ഇഷ്ടപ്പെട്ടില്ല. സാറാണെങ്കിൽ സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ച് എന്നെ ചെറിയ രീതിയിൽ അപമാനിച്ചു. എന്നാൽ സ്റ്റാഫുകൾക്ക് പിടികൊടുക്കാത്ത രീതിയിൽ ഞാൻ അബിസാറിൻ്റെ ക്യാബിൽ പോയി സാർ എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചിരുന്നു. ഈ കണ്ടുകൊണ്ട് നിൽക്കുന്ന സ്റ്റാഫുകൾ വിചാരിക്കില്ലേ MD ആയി ഞാൻ എന്തിനാ അബിയുടെ മുറിയിലോട്ട് ചെല്ലുന്നതെന്ന്? അബിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ മുറിയിലോട്ട് വരാലോ എന്ന് ഈ സ്റ്റാഫുകളെ ചിന്തിക്കില്ലേ? അത് ശരിയാ, അവർക്ക് അങ്ങനൊരു സംശയം അവൻ കൊടുത്തല്ലേ. അത് മാത്രമല്ല സാറേ, എന്നെ ക്യാബിലോട്ട് വിളിച്ചു വരുത്തി പറയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്തോ ഞാൻ MD സ്ഥാനത്തിരിക്കുന്നത് മോൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. താൻ അങ്ങനെയൊന്നും കരുതരുത്. അത് ചിലപ്പോൾ അവൻ്റെ സ്വാർത്ഥത കൊണ്ട് പറയുന്നതായിരിക്കും. അതൊന്നും കുഴപ്പമില്ല സാറേ. അത് പിന്നെ എനിക്കല്ലേ പ്രശ്നം വരുന്നുള്ളൂ. പക്ഷേ എന്നെ ഷൗട്ട് ചെയ്തത് നല്ല ശബ്ദത്തിലായിരുന്നു. അത് കേട്ടോണ്ട് വന്ന മാളവിക ഇതിൽ ചില സംഭവങ്ങളൊക്കെ കേട്ടു. ഒരുവിധമൊക്കെ പറഞ്ഞാൽ ഞാൻ പിടിച്ചു നിർത്തിയത്.
ഷോ, ഇവനെന്താ ഇങ്ങനെ കാല് കുത്തിയില്ലേയും ജ്വല്ലറിയിലേക്ക്? അപ്പോഴേക്കും നാശം വിധിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണോ? അയ്യോ സാറേ, അങ്ങനെയൊന്നും പറയണ്ട. പറ്റുമെങ്കിൽ അഭിസാറെ ഒന്ന് പറഞ്ഞ് തിരുത്തിയാൽ മതി. എനിക്കത്രയേ ഉള്ളൂ. ഇത് വന്ന് പറയണം തോന്നി, അതുകൊണ്ടാണ് വന്ന് പറഞ്ഞത്. താൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞത് നന്നായി. എന്തായാലും അവനോട് ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കണം. ഇങ്ങനെ കയറൂരി വിട്ടാൽ ശരിയാവത്തില്ല. പിന്നെ സാറേ, ഇതും കൂടി ഒന്ന് സൂചിപ്പിക്കണം. ആ മാളവികയുടെ പിന്നാലെ നടക്കുക. അഭിസാർ എങ്ങനെ ചീത്തപ്പേര് കേൾപ്പിച്ചാൽ എനിക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ടി വരും സാറേ. ഷോ, ഇവനെക്കൊണ്ട് വലിയ തലവേദനയാണല്ലോ. ഇവൻ അറിയാൻ പാടില്ലായിരുന്നു ഈ സത്യങ്ങളൊന്നും. എടോ ഡേവിഡേ, തന്നോട് അവൻ മോശമായി സംസാരിച്ചതിന് ഞാൻ തന്നോട് സോറി ചോദിക്കുക. അയ്യോ സാറേ, സാറെന്തിനാ അത്? എടോ, താൻ എൻ്റെ ആപത്ത് ഘട്ടത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെ എൻ്റെ മകൻ ക്രൂശിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പിടിക്കില്ലടോ. അത് പോട്ടെ സാറേ, കുട്ടികളുടെ തമാശയായിട്ട് ഞാനത് കാണുന്നുള്ളൂ. പക്ഷേ ഞാൻ സീരിയസ് ആയിട്ടുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ അഭിസാറോടൊന്ന് ബോധ്യപ്പെടുത്തണം. ശരി, താൻ പൊയ്ക്കോ. ഇതിൽ ഞാനൊരു തീരുമാനം എടുക്കാം. ശരി. ഇതും പറഞ്ഞുകൊണ്ട് ഡേവിഡ് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നാഗേന്ദ്ര മനസ്സിൽ കരുതുന്നുണ്ട്, ഛേ, ഇങ്ങനെ പറയിപ്പിക്കുന്നെന്താ ഇവനെന്താ ഇങ്ങനെ? ഇവൻ എൻ ജ്വല്ലറി വന്നാൽ അവനൊരു മത്സരബുദ്ധിയോട് കൂടി മൂർത്തീസ് ജ്വല്ലറിയെ കാണുമല്ലോ എന്ന് ഞാൻ കരുതി. പക്ഷേ അവൻ കൂടെ കൂടെ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇവനെന്തൊരു രാശിയില്ലാത്തവനാ. മൂർത്തീസ് ജ്വല്ലറിയിൽ അതേ അനുഭവം എൻ ജ്വല്ലറിക്ക് ഉണ്ടാവുമോ? ഹേയ്, പാടില്ല. അതുകൊണ്ട് എൻ്റെ മോള് വേണം എൻ ജ്വല്ലറിയുടെ തലപ്പ് തിരിക്കാൻ. അവനൊരു മണ്ടനാ. അവനെക്കൊണ്ട് ഒന്നും സാധിക്കുമെന്ന് തോന്നുന്നില്ല. എൻ്റെ മോളെ തന്നെ വേണം പിന്നീടുള്ള കാലം എൻ ജ്വല്ലറി നയിക്കാൻ മുന്നിൽ നിർത്താൻ. അവൻ പിന്നീ തന്നെ നിന്നാൽ മതി. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നവ്യയാണ്. നവ്യയാണെങ്കിൽ അബിയുടെ ഓരോ ചലനങ്ങളും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് നാഗേന്ദ്രൻ അബിയുടെ ഫോണിലോട്ട് വിളിക്കുന്നത്. ഇതൊക്കെ നവ്യ കാണുന്നുണ്ട് കേട്ടോ. അച്ഛൻ്റെ വീഡിയോ കോൾ പോലുള്ള ഫോൺ കോൾ കണ്ടിട്ട് അബി ഒന്ന് പതറുന്നുണ്ട് കേട്ടോ. അച്ഛനാണല്ലോ. അച്ഛൻ എന്താ ഈ സമയത്ത്? പതിവില്ലാതെ. അത് വീഡിയോ കോള്. ചിലപ്പോൾ ഡേവിഡെല്ലാം പറഞ്ഞു കാണൂ. മിക്കവാറും അയാൾ പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡേവിഡേ, നിന്റെ കഷ്ടകാലം തുടങ്ങിയടാ. ഇതും പറഞ്ഞുകൊണ്ടാണ് ഫോൺ അടിക്കുന്നത്. ഹലോ അച്ഛാ. അബി, അച്ഛാന്നൊന്നും വിളിക്കരുത്. എന്നാൽ ഇതൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട് കേട്ടോ നവ്യ കാണുക എന്നല്ലാതെ നവ്യക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം തന്നെ നവ്യ മനസ്സിൽ കരുതുന്നുണ്ട്, പരിചയമില്ലാത്ത ആരോ ആണല്ലോ. ഇവൻ എന്താ സേവ് ചെയ്തിട്ടിരിക്കുന്നത്? അത് വ്യക്തമാവുന്നില്ലല്ലോ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഫോണിൽ ഷൂട്ട് ചെയ്യാം. പരിചയമില്ലാത്ത ആരോ ആണ്. എനിക്ക് പരിചയമില്ലാത്ത ആരും ഇവന് വീഡിയോ കോൾ ചെയ്യാൻ. എന്തായാലും ഇത് ഫോണിൽ പകർത്തിയേ പറ്റൂ. ഇതും പറഞ്ഞുകൊണ്ട് നവ്യ അതൊക്കെ ഫോണിൽ പകർത്താണ് കേട്ടോ. എടാ അബി, നീ എവിടെ മര്യാദയ്ക്കല്ലേ നിൽക്കുന്നത്? ആണല്ലോ അച്ഛാ. അച്ഛനെന്താ ഇപ്പം അങ്ങനെ പറയാൻ? അല്ല, നിന്റെ ചില വികൃതികളൊക്കെ ഞാൻ ക്യാമറയിലൂടെ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ക്യാമറയോ? അതെ, അവിടെ ഇഷ്ടം പോലെ ക്യാമറ ഘടിപ്പിച്ചിട്ടുണ്ടല്ലോ. അവിടെ നടക്കുന്നതെല്ലാം എനിക്ക് കിട്ടും. അത് പിന്നെ അച്ഛാ, എനിക്ക് നിന്നെ വൈകിട്ടൊന്ന് കാണണം. എന്തിനാ അച്ഛാ? അത് ചില കാര്യങ്ങൾ സംസാരിക്കാനാ. ഞാൻ മോളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ശരി അച്ഛാ. എവിടേക്കാണ് വരേണ്ടത്? അത് ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട്. ഓ, എന്നോട് പറയാൻ പറ്റത്തില്ല, എല്ലാം അവളോടാ പറയുന്നത്. എടാ, വേറെ എവിടേക്കുമല്ല, നമ്മൾ സ്ഥിരം കാണുന്ന സ്ഥലത്തേക്ക്. ശരി അച്ഛാ, എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ശരി. ഫോൺ വെച്ചോ. അങ്ങനെ അവർ ഫോൺ വെക്കാനിട്ടോ. എന്നാൽ ഇതൊക്കെ ഫോണിൽ പകർത്തുന്നുണ്ട് നവ്യ. പക്ഷെ നവ്യയ്ക്ക് അത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. ഇതിനു മുമ്പ് കാണാത്തൊരു വ്യക്തിയാണല്ലോ. ഇയാളുമായിട്ട് ഇവൻ എന്താ കൂട്ടുകെട്ട്? എന്തോ അടുപ്പമുള്ളതുപോലെ സംസാരിക്കുന്നത് കണ്ടിട്ട്. എന്തോ അടുപ്പം അയാൾ ഇവനും തമ്മിലുണ്ട്. അതെന്തായാലും കണ്ടെത്തിയേ പറ്റൂ. അവൻ്റെ ഫോണിൽ അയാളുടെ പേര് എങ്ങനെയാണ് സേവ് ചെയ്തിരിക്കുന്നതെന്ന് അറിയണം. അപ്പോഴാണെങ്കിലോ അബി ഫോണ് ടേബിളിൽ വെച്ചുകൊണ്ട് വാഷ്റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അബി വാഷ്റൂമിലേക്ക് പോയല്ലോ. ഈ സമയം തന്നെയാ ആരെ വിളിച്ചെന്ന് നോക്കാൻ പറ്റിയ സമയം. ഇതും പറഞ്ഞുകൊണ്ട് നവ്യ നേരെ ക്യാബിനകത്തോട്ട് കയറി ചെല്ലാണ്. എന്നിട്ട് അബിയുടെ ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ലോക്ക് തുറക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അബിയുടെ ലോക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തുറക്കുന്നുണ്ട്. എന്നിട്ട് നവ്യ കോൾ ലിസ്റ്റ് എടുത്ത് നോക്കാണ്. ആ സമയത്താണ് അച്ഛൻ എന്ന് എഴുതിയിരിക്കുന്നത് കാണുന്നത്. അച്ഛനോ? അബിക്ക് അച്ഛനില്ലല്ലോ. പിന്നെ ഇതേതച്ഛൻ? ഇനി ചിലപ്പോൾ അബിയുടെ അച്ഛൻ വീണ്ടും വന്നു കാണോ? അയാളുടേതായിരിക്കും ഈ എൻ ജ്വല്ലറി. എന്തായാലും ഇതൊന്ന് ഫോട്ടോ എടുക്കാം. ഇതും പറഞ്ഞ് ആ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അച്ഛനെന്ന് സേവ് ചെയ്തത്. എന്നിട്ട് ആ നമ്പറും സേവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വെറുതെ ഒന്ന് ബാക്ക് അടിച്ച സമയത്താണ് കേട്ടോ ഗാലറി ഓപ്പൺ ആവുന്നത്. അപ്പോഴാണ് അവന്തികയും അബിയും അച്ഛനും ഒരുമിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ കാണിക്കുന്നത്. ഇതല്ലേ അച്ഛനെന്ന് സേവ് ചെയ്തിരിക്കുന്ന വ്യക്തി? ഓഹോ, അപ്പോൾ നിങ്ങളുടെ അച്ഛൻ എല്ലാവരെയും പറ്റിച്ച് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലേ? അപ്പോൾ അയാളുടേതായിരിക്കും എൻ ജ്വല്ലറി. എന്തായാലും
നിന്റെ കളി ഇവിടെ അവസാനിച്ചടാ. ഇതും പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോയും കൂടി ഫോണിൽ പകർത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫോൺ അവിടെ പെട്ടെന്ന് വെച്ച് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ ടപ്പേന്ന് പറഞ്ഞ പോലെ നവ്യ അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അബി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി നേരെ റൂമിലോട്ട് ചെല്ലാണ്. എന്നിട്ട് ഫോൺ ഇരിക്കുന്ന ഭാഗത്തോട്ട് അബി ഒന്നുകൂടി നോക്കുന്നുണ്ട് കേട്ടോ. ഫോണ് ഇവിടെ അല്ലായിരുന്നു വെച്ചത്. ആ ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും. ഇതും പറഞ്ഞുകൊണ്ട് ഫോണും എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങി പോവാണ്. അങ്ങനെ നവ്യാണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ സൂം ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ, ആരാണെന്ന് മനസ്സിലാവാൻ. പക്ഷെ ഒരു രക്ഷയില്ല, ആളെ മനസ്സിലാവുന്നില്ല. കൊള്ളാടി, നീയും കൂടി ചേർന്ന് മൂർത്തി ജ്വല്ലറിയെ ചതിക്കുകയാണല്ലേ. നിങ്ങളുടെ അച്ഛനാണ് അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിൽ. ഒന്നിനെ ഞാൻ വെറുതെ വിടില്ലടി. നിന്നെയും നിൻ്റെ ചേട്ടനെയും അച്ഛനെയും ഒക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഇല്ലെങ്കിൽ എൻ്റെ പേര് നവ്യ നല്ലടി. ഇതും പറഞ്ഞുകൊണ്ട് നവ്യ നേരെ നമിതയ്ക്ക് ഫോൺ ചെയ്യാൻ കേട്ടോ. അങ്ങനെ നമിത ഫോൺ അടിക്കുന്നുണ്ട്. ഹലോ നമിത, എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്താടി? അത് അർജൻറ്റാ. എത്രയും പെട്ടെന്ന് നമ്മൾ സ്ഥിരം കാണാറുള്ള സ്ഥലത്തേക്ക് എത്ത്. ശരി, ഞാൻ അങ്ങോട്ട് വരാം. നീ ഫോൺ വെക്ക്. അങ്ങനെ അവർ രണ്ടുപേരും സ്ഥിരം കാണാറുള്ള സ്പോട്ടിൽ എത്താണ്. എടി നവ്യേ, നീ എന്തിനാ വരാൻ പറഞ്ഞത്? എടി നീ ഈ ഫോട്ടോ ഒന്ന് നോക്കിയേ. എവിടെ നോക്കട്ടെ. അല്ല, ഇത് അബിയുടെ അനിയത്തിയല്ലേ അവന്തിക? അല്ല, ഈ നടുക്കിൽ നിൽക്കുന്ന ആളാരാ? അയാൾ ആരാണെന്ന് അറിഞ്ഞാൽ നീ ഞെട്ടു എന്നോ? അതേ നമിതേ, ഇതുണ്ടല്ലോ അബിയുടെയും അവന്തികയുടെ അച്ഛനാ. എന്ത്? അവരുടെ അച്ഛനോ? അതെ, ഇയാളുടെ പേരാ നാഗേന്ദ്രൻ. ഇയാളുടെ സ്വന്തമാണ് AM ജ്വല്ലറി. ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ ഡേവിഡ് സാർ എന്തിനാണ് അവനെ സഹായിച്ചതെന്ന്? അവൻ്റെ അച്ഛൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്തുകൊണ്ടും അവനെ സഹായിക്കില്ലേ? അപ്പം നീ നിന്റെ ലക്ഷ്യം നേടിയെടുത്തു അല്ലേ നവ്യേ? അതെ, നീ ഇത് എത്രയും പെട്ടെന്ന് ആദർശേട്ടന് ഫോർവേഡ് ചെയ്യണം. ഞാൻ ഇപ്പം തന്നെ ഫോർവേഡ് ചെയ്യാം. ഇതും പറഞ്ഞുകൊണ്ട് നമിത അത് ഫോർവേഡ് ചെയ്യുന്നിട്ടോ. അതിന് പിന്നാലെ തന്നെ ഒരു വോയിസും വിടുന്നുണ്ട്. ചിലപ്പോൾ ഈ ഫോട്ടോ കണ്ട നിങ്ങളിത് തെറ്റിദ്ധരിക്കും, AI വല്ലതും എഡിറ്റ് ചെയ്തതാണെന്ന്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങൾക്കറിയാവുന്ന ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇതിവരുടെ അച്ഛനാണെന്ന് വ്യക്തമാവും. ഈ ഫോട്ടോയിൽ നടുക്കിലുള്ള ആൾ അബിയുടെയും അവന്തികയുടെ അച്ഛനാ. ഇവർ 3 പേരും കൂടി ചേർന്ന് മൂർത്തി ജ്വല്ലറിയെ ചതിക്കുവാണ്. പ്രത്യേകിച്ച് അവന്തിക എന്ന് പറയുന്നവള് തിരിഞ്ഞു കുത്തുന്നു. ഞാൻ ഈ പറയുന്നത് വിശ്വാസമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരോട് വേണമെങ്കിലും ചോദിക്കാം. AM ജ്വല്ലറിയുടെ തലപ്പത്തിരിക്കുന്നത് നിങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തി ഈ വ്യക്തി തന്നെയാണ്. ഇതിൽ കൂടുതൽ തെളിവുകൾ എനിക്ക് സംഘടിപ്പിച്ച് തരാൻ അറിയില്ല. ഇതും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ആ ഒരു വോയിസ് അവസാനിപ്പിക്കുന്നത്. നമിതേ, ഇത്രയൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ഇനിയെല്ലാം ശരിയാവുമല്ലേ? ശരിയാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ബാക്കി കാര്യം അറിയണമെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം. ശരി. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പിരിയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ആദർശിനെയാണ്. ആദർശ് ലഞ്ചൊക്കെ കഴിച്ച് വന്നിട്ട് ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. ആ സമയത്താണ് കേട്ടോ ഫോണിൽ ഒരു മെസ്സേജ് വന്നിരിക്കുന്നത് കാണുന്നത്. അതായത് അജ്ഞാതൻ്റെത്. അജ്ഞാതൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. നയനെ, അജ്ഞാതൻ വീണ്ടും മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്താന്ന് നോക്കാം ആദർശേട്ടാ. ഒരു മിനിറ്റ്. ഇതും പറഞ്ഞ് നോക്കുന്ന സമയത്താണ് കേട്ടോ ആ ഫോട്ടോ കാണുന്നത്. ഫോട്ടോ കണ്ട പാടെ തന്നെ ആദർശിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇത് അങ്കിളല്ലേ? എന്താ ആദർശേട്ടാ? ദേ, അജ്ഞാതം വിട്ടിരിക്കുന്ന ഫോട്ടോ നോക്കിയേ. ഇത് അങ്കിളാ, അപ്പച്ചിയുടെ ഭർത്താവ്, അതായത് അബിയുടെയും അവന്തികയുടെ അച്ഛൻ. അല്ല, ഇപ്പോഴത്തെ ഫോട്ടോ ആണല്ലോ ഇത്. അതെ ആദർശേട്ടാ, അപ്പോൾ അവരെല്ലാവരും കൂടി കളിക്കുന്ന ഡ്രാമയാണോ ഇത്? AM ജ്വല്ലറിയുടെ പിന്നിൽ ഇയാളാണോ? അതെ, ഈ വോയിസിൽ പറഞ്ഞിരിക്കുന്നത് AM ജ്വല്ലറിയുടെ പിന്നിൽ ഇയാളാണെന്നാ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതെ നയനെ, എന്തൊക്കെ വിശ്വസിക്കണം എന്തൊക്കെ വിശ്വസിക്കാതിരിക്കണം എന്നൊന്നും മനസ്സിലാവാത്ത അവസ്ഥയിപ്പോൾ. പക്ഷേ ആദർശേട്ടാ, ഈ ഫോട്ടോ കണ്ടിട്ട് ഒരിക്കലും എഡിറ്റ് ചെയ്തുണ്ടാക്കിയതാണെന്ന് തോന്നുന്നില്ല. ഇത് ഒറിജിനലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവന്തിക്ക് നമ്മളെ ചതിക്കുമല്ലേ? അതെ, 100% ശരിയാ. അവന്തിക്ക് നമ്മളെ ചതിക്ക തന്നെയാ. എനിക്ക് തോന്നുന്ന ആദർശേട്ടാ, ഈ അജ്ഞാതൻ ജെനുവിനാണെന്ന്. എനിക്കും ഇപ്പം അങ്ങനെ തോന്നുന്നു. നമ്മൾ അറിയാവുന്നവരാരോ പുറത്തു നിന്ന് സഹായിക്കുന്നുണ്ട്. ആദർശേട്ടാ, ഇത് ശരിക്കും ഉള്ളതായിരിക്കും. അതെ, ഉള്ളതാവാൻ സാധ്യതയുണ്ട്. കാരണം ആ CCTV ഫുട്ടേജ് നന്ദു സംഘടിപ്പിച്ച് തന്നില്ലേ? അതിൽ പിന്നാമ്പുറത്ത് കൂടെ ഓടി രക്ഷപ്പെടുന്ന വ്യക്തിയും ഇയാളും തമ്മിൽ നല്ല മുഖസാദൃശ്യമുണ്ട്. അപ്പോൾ അങ്കിള് തന്നെയാണ് ഈ AM ജ്വല്ലറിയുടെ പിന്നിൽ, ജലജ അപ്പച്ചിയുടെ ഭർത്താവ്. അപ്പോൾ ഇവരുടെ അച്ഛൻ തന്നെയാണല്ലേ നമ്മുടെ ശത്രു? അതെ, ഇപ്പം ഏകദേശം ഉറപ്പായി. ഇനി ഇത് വെച്ച് ഒരു അന്വേഷണം നടത്തിയേ പറ്റൂ. എന്തായാലും ഈ വിവരം നന്ദുവിന് ഫോർവേഡ് ചെയ്യണം. എന്തായാലും നമ്മുടെ അന്വേഷണം പൂർണ്ണമായിരിക്കുക. ഒരു അജ്ഞാതൻ്റെ കൂടി സഹായം ഉണ്ടായപ്പോൾ അത് വ്യക്തമായി. ആ സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് മാളവിക കയറി വരുന്നത്. സർ. മാളവികെ. സർ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്തു പറ്റി? അത് പിന്നെ അബി എന്നെ ലഞ്ചിന് വിളിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റിലോട്ടാണ് വരുന്നത്. വരുന്ന വഴിക്ക് ഞാനൊന്ന് ഇവിടെ ഇറങ്ങിയതാ. ആണോ? എന്നാൽ പിന്നെ പോവാൻ വരട്ടെ. നമുക്ക് ചില സത്യങ്ങളൊക്കെ അറിയാൻ പറ്റിയിട്ടുണ്ട്. സത്യങ്ങളോ? എന്ത് സത്യങ്ങൾ? ഇതൊന്ന് നോക്ക്.
ആ വോയിസും കൂടി കേട്ട് നോക്ക്. അങ്ങനെ മാളവിക അതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. കേട്ട പാടെ തന്നെ മാളവിക പറയുന്നുണ്ട്, അത് ശരി, അപ്പോൾ ഇവരൊക്കെ നമ്മൾ ചതിക്കുവാണല്ലേ ആദർശ് സാറേ? അതെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനിയിപ്പോൾ അബിയുടെ അടുത്തൊക്കെ ഞാൻ പോവണോ സാറേ? നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയില്ലേ? അതെ, അവൻ അവിടെ നിന്ന് പോസ്റ്റ് അടിക്കട്ടെ, നീ പോണ്ട. ശരി, എന്തായാലും കിട്ടേണ്ടത് കിട്ടിയല്ലോ. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പോലീസുകാർ നോക്കിക്കോളും. ആ പിന്നെ ആദർശേട്ടാ, ഞാൻ ഓഫീസിൽ നിന്ന് പോരാൻ നിൽക്കുന്ന സമയത്തെ നവ്യ മേഡം അവിടെ ഉണ്ടായിരുന്നു. നവ്യ മേഡോ? അതെ സാറേ, മാഡത്തിന് എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ട്. മാഡം അബിസാറെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കി നിൽക്കുക. അതെനിക്ക് മനസ്സിലായി. എന്തോ തരികിട പരിപാടി ഉണ്ടെന്ന് മനസ്സിലായി. നയനെ, ഇനി ചിലപ്പോൾ നമ്മളെ സഹായിക്കുന്നത് നിന്റെ ചേച്ചിയായിരിക്കുമോ? ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചേച്ചി തന്നെ ആയിരിക്കാനാ സാധ്യത. നയനെ, ഈ ഫോട്ടോ അയച്ചിരിക്കുന്നത് 12:45. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നവ്യ അവിടെ ഉണ്ടോയെന്ന് അറിയണം. മാളവികെ, ആ സമയത്ത് നവ്യ ഇവിടെ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ആ സമയത്താണ് എന്നെ ക്യാബിലോട്ട് അബി വിളിച്ചു വരുത്തിയതും കുറച്ച് പ്രശ്നങ്ങളുണ്ടായതും. അത് ഞാൻ സാറിനെ മുന്നേ വിളിച്ചപ്പോൾ പറഞ്ഞല്ലോ. അപ്പോൾ നവ്യ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്നാ എൻ്റെ ഒരു സംശയം നയനെ. അങ്ങനെയാണെങ്കിൽ നവ്യ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നമ്മളാരും അറിയാതെ നവ്യ ചിലപ്പോൾ നമ്മളെ തന്നെ സഹായിക്കുകയാണെങ്കിലോ? നമ്മളിത് ചെയ്തു കൂട്ടിയതിനുള്ളൊക്കെ പ്രത്യുപകാരമായിട്ട്. ഒന്നും പറയാൻ പറ്റില്ല ആദർശേട്ടാ, എനിക്കും തോന്നുന്നുണ്ട്. കാരണം ചേച്ചിയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ നല്ല മാറ്റം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഏകദേശം ഉറപ്പിക്കാൻ നയനെ, നവ്യ തന്നെയാണ് നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, ഇതോടുകൂടിയിട്ട് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ എപ്പിസോഡിൻ്റെ ബാക്കി കിട്ടാൻ വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡൊന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡൊന്നൊന്ന് കമൻറ്റ് ചെയ്താൽ അടുത്ത എപ്പിസോഡ് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡൊന്നൊന്ന് കമൻറ്റ് ചെയ്തോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.